എന്താണ് കലാചരിത്രവും ദൃശ്യപഠനവും മനുഷ്യരുടെ തന്നെ ദൈനംദിന ജീവിതത്തിൽ കലയുടെ ഒരു സ്വാധീന പശ്ചാത്തലം എന്തായിരിക്കും? കലയെ വെറുമൊരു സൃഷ്ടി എന്നതിനപ്പുറം അതിനെ ചരിത്രപരമായും സാമൂഹികപരമായും രാഷ്ട്രീയപരമായും തന്നെ വിശകലനം ചെയ്യാൻ പഠിപ്പിക്കുന്ന കേരളത്തിലെ തന്നെ ഏക കോഴ്സാണ് ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ്. 2019 തൃശൂർ ഫൈൻ ആർട്സ് കോളേജിൽ ആരംഭിച്ച ഈ ബിരുദ പഠനം ദൃശ്യകലകളെ വിമർശനാത്മകമായി സമീപിക്കാനും ആഗോളതലത്തിൽ തന്നെ ആർട്ട് ആൻഡ് കൾച്ചർ മേഖലകളിൽ മികച്ച കരിയർ കെട്ടിപ്പടുക്കാനും വിദ്യാർത്ഥികളെ ഇത് പ്രാപ്തരാക്കുന്നു. നമ്മുടെ കോളേജ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂര് ചെമ്പൂക്കാവിലെ പെന്നറ്റ് റോഡിന് സമീപത്താണ്. അപ്പോൾ ഇവിടെ നമുക്ക് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പെയിന്റിങ്, സ്കൾപ്ചർ, അപ്ലൈഡ് ആർട്സ്, ആർട്ട് ഹിസ്റ്ററി എന്നീ 4 കോഴ്സുകളാണ്. ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് എന്ന കോഴ്സ് ഒരു ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ആയിരിക്കും തന്നെ എനിക്ക് അതിൽ കൂടുതൽ മീഡിയംസും എനിക്ക് പ്രാക്ടീസ് ചെയ്യാനും അതിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സാധ്യത അതിൽ ഉണ്ട്. നമ്മളിപ്പോൾ നന്നായി വരയ്ക്കാൻ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ആരെങ്കിലും വന്ന് നമ്മളോട് നമ്മൾ വരച്ചതിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാറില്ല പലപ്പോഴും. അപ്പോൾ നമ്മുടെ ഈ ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് എന്ന കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ ഈ കോഴ്സിൽ നമുക്ക് അതിനുള്ള ട്രെയിനിങ് തരുന്നുണ്ട്. നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ക്രിട്ടിക്കലി നമ്മൾ ചിന്തിച്ച് അതിനെക്കുറിച്ച് എഴുതാനായാലും പിന്നെ ബാക്കിയുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്യാനായാലും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കഴിയുന്നുണ്ടെന്നാണ് ഈ കോഴ്സിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി 4th ഇയർ ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി എനിക്ക് എൻ്റെ ഇൻട്രസ്റ്റ് എടുക്കുന്നതെല്ലാം ഫിലിം അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയിലാണ്. എന്നിരുന്നാലും എനിക്ക് ആർട്ട് ഹിസ്റ്ററി ഭയങ്കര ഒരു യൂസ്ഫുൾ ആയ ഒരു കോഴ്സായിട്ട് തോന്നി. ഒന്നാമത് തന്നെ ഇതിൻ്റെ ഒരു വൈഡ്നെസ് ആണ് എനിക്ക് ഭയങ്കര എന്നെ അട്രാക്ട് ചെയ്തതെന്ന് പറയാം. മൊത്തത്തിൽ നമുക്ക് ഒരു വിഷ്വലിനെ എങ്ങനെ നോക്കി കാണാം എന്നുള്ളതിൻ്റെ ഒരു പൊതുവായ ഒരു ഐഡിയ നമുക്ക് ഈ കോഴ്സിലൂടെ 4 വർഷത്തിൻ്റെ ഒരു പഠനത്തിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ 4th ഇയർ കഴിഞ്ഞ് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് ഒക്കെ വരാറുണ്ടായിരുന്നു, സീനിയേഴ്സ് ഒക്കെ. അവര് വന്ന് ഇപ്പൊ ഒരാൾ വന്ന് വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു, ശ്രീദേവി. ആള് വർക്ക്ഷോപ്പ് ഞങ്ങൾക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഫസ്റ്റ് ടൈം ആയിരുന്നു ഒരു മൈൻഡ് മാപ്പിംഗ് ചെയ്തത്. ഞാൻ ആർക്കിടെക്റ്റ് ആണ്. ഈ കോഴ്സിനെ പറ്റി കേട്ടിട്ട് ഐ വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ് ഈസ്. അപ്പം ഇതിന്ന് എൻട്രൻസ് എഴുതുമ്പോൾ കുറേ സബ്ജക്ട്സ് കിട്ടത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ആർട്ട് ചെയ്യുകയാണെങ്കിലും ഏത് രീതിയിലൂടെ ചെയ്യണം, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആർട്ട് ഹിസ്റ്ററിയാണ്. ആർട്ട് ഹിസ്റ്ററി അറിഞ്ഞാലേ നമുക്ക് ഒരു വർക്ക് ശരിയാക്കി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ വർക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യണം, അത് ഗാലറിയിൽ എങ്ങനെ എക്സിബിറ്റ് ചെയ്യണം, ക്യൂറേഷൻ ചെയ്യണം, അതൊക്കെ പഠിക്കുന്നത് ആർട്ട് ഹിസ്റ്ററിയിൽ വന്നതിന് ശേഷമാണ്. ക്ലാസ്സിൽ പ്രസന്റേഷൻ നടത്തുമ്പം നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് നമ്മുടെ വർക്കിനെ കുറിച്ച് ആരോട് നല്ല ഇതിൽ പറയാൻ പറ്റും. ഇവിടെ വന്ന പിന്നെയാണ് ക്യൂറേഷന്റെ കാര്യം അറിഞ്ഞത്. അങ്ങനെ ക്യൂറേഷനിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് വന്നപ്പോൾ ബിനാലേക്ക് പോയിരുന്നു. ബിനാലയുടെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതിൽ നിന്ന് ഞാൻ കുറച്ചിങ്ങനെ മനസ്സിലാക്കിയതാണ് ഈ കീവേഡ്സ്. ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയ കുറച്ച് കീവേഡ്സിന്റെ കാര്യങ്ങൾ അറിഞ്ഞ് അങ്ങനെ എനിക്കൊരു ക്യൂറേഷൻ ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ കീവേഡ്സ് എൻ്റെ ക്യൂറേഷനിൽ ആഡാക്കി. അത്യാവശ്യം നന്നായിട്ട് അത് വർക്കായി. നല്ല അഭിപ്രായമായിരുന്നു ക്യൂറേഷനെ പറ്റി. ആദ്യത്തെ ക്യൂറേഷനാന്നുള്ള അധികാരം അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല. നല്ല എന്നുള്ള അഭിപ്രായമായിരുന്നു. പിന്നെ കുറെ കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് പഠിക്കാൻ പറ്റി. കഴിഞ്ഞ കൊല്ലം ഞങ്ങള് ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പിള്ളേർ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയി. 30 ദിവസത്തെ ഒരു ട്രിപ്പാണ്. അപ്പോൾ ഇവിടെ കുറെ ഗാലറികളിൽ കയറും. പിന്നെ ഹിസ്റ്റോറിക്കലി റെലവെന്റ് ആയ കുറെ സ്ഥലങ്ങളിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലോറ, അജന്റ ഇതുപോലുള്ള കേവുകൾ അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഒരു ആർട്ട് ഹിസ്റ്ററി പഠിക്കുന്ന സ്റ്റുഡന്റ് എന്ന നിലയിൽ ഇത് എനിക്ക് ഒരു നല്ലൊരു അനുഭവമായിരുന്നു. നമ്മളാണെങ്കിൽ കലയെ, ഒരു ചരിത്രം നിർണയിച്ച ഒരു കലയെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾക്ക് വരുന്ന ഒരു അനുഭവവും പഠനവും അത് വേറെ തരത്തിലാണ്. പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതിന് ഉപരിയായിട്ടുള്ള ഒരു അനുഭവമാണ്. ആർട്ട് ഹിസ്റ്ററിയിലെ ഫൈനൽ ഇയറിലേക്ക് എത്തുമ്പോഴേക്കും 2 പ്രാക്ടീസസ് ആണ് നമ്മൾ ഇൻറ്റൻസീവായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് റിസർച്ച് ആണ്. ബേസിക്കലി നമുക്ക് കലയെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഗ്യാപ്പുകൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിൽ കൂടുതൽ സ്റ്റഡി ഫോക്കസ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പ്രാക്ടിക്കലി റിസർച്ച് ചെയ്യണം.
രണ്ടാമത്തെ കാര്യം ക്യൂററ്റോറിയൽ പ്രാക്ടീസ് ആണ്. ഇത് രണ്ടും നമ്മുടെ ഒരു ഗ്രാജുവേഷൻ ഫോക്കസ് പോയിന്റ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ എത്തുന്നത് വരെ ഒരു ആർട്ട് ഹിസ്റ്റോറിയൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് ഇന്റലക്ച്വൽ സ്പേസസ് ഇവിടെ ഉണ്ട്. ഗ്രാഫിക് സ്റ്റുഡിയോ ആയിട്ടാണെങ്കിലും, സെറാമിക് സ്റ്റുഡിയോ, ഫോട്ടോഗ്രാഫി, സെറിഗ്രഫി, പിന്നെ നമുക്ക് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള മേഖലകളും, പെർഫോമൻസ് മേഖലകൾ, നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളോട് കൂടെ തന്നെ നമ്മൾ നമ്മുടെ പ്രാക്ടീസസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡിസിപ്ലിനെ വളരെ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് തന്നെ റീഡിഫൈൻ ചെയ്ത് പ്രാക്ടിക്കലി മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വേറെ എവിടെയും ഈ ഒരു രീതിയിലുള്ള ഒരു സിലബസോ അല്ലെങ്കിൽ ഒരു കരിക്കുലോ ഉള്ള ഒരു കോഴ്സ് നമുക്ക് വേറെ കിട്ടില്ല. അതുപോലെ തന്നെ ഈ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ തന്നെ റിസർച്ചിനെ വളരെയധികം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നത് തന്നെ. ഇപ്പോൾ ഫോർത്ത് ഇയർ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ റിസർച്ച് കാര്യങ്ങളിലേക്ക് കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ലാണ്ട് തന്നെ എനിക്ക് ഫിലിമിനായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആർട്ടിസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സബ്മിറ്റ് ചെയ്യായിരുന്നു, റിട്ടേൺ ആയിട്ടാണെങ്കിലും. ഇപ്പം എനിക്ക് ഫിലിമിൽ നോളജ് അല്ലെങ്കിൽ എനിക്ക് സ്കില്ലുള്ള കാരണം ഞാൻ ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് വർക്ക് ചെയ്യും. അത് പിന്നെ അതിന് നല്ല റെക്കഗ്നീഷൻ ലഭിക്കുകയും ഒക്കെ ഉണ്ടായി. ഞാൻ ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടിരിക്കുക തന്നെ ഇവിടെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഞാൻ ആർട്ട് ടീച്ചറായിട്ട് ഞാൻ പോവുകയുണ്ടായിരുന്നു, CC ടീച്ചറായിട്ട്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അതിനുള്ളൊരു സാധ്യതയും ഈ കോഴ്സിൽ ഒരുക്കി തരുകയും ചെയ്യുന്നുണ്ട്. ഈ അടുത്ത് ഞാനൊരു പെർഫോമൻസ് ആർട്ട് ചെയ്തിരുന്നു. അതായത് മോഹൻജോദാരോ ഡാൻസിങ് ഗേൾ എന്ന സ്കൾപ്ചറിനെ NCERT ടെക്സ്റ്റ് ബുക്കിൽ അതിനെ സെൻസർ ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ ഒരു പെർഫോമൻസ് ആയിട്ട് ഞാൻ ചെയ്തു. മാത്രമല്ല ഈ വീഡിയോ പോലും ഞങ്ങളുടെ പഠനങ്ങളുടെ ഭാഗമാണ്. ഞാൻ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്ത വിഷ്വൽ പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഡിസ്കോഴ്സസ് എ സ്മാർട്ട് ഫോൺ വർക്ക്ഷോപ്പ് ഓൺ പോസ്റ്റേഴ്സ് ആൻഡ് വീഡിയോ മേക്കിംഗ് എന്ന വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായി ഞാനും എൻ്റെ സഹപാഠികളും ചേർന്ന് ഒരുക്കിയ വീഡിയോ ആണത്. നിങ്ങൾക്ക് പഠിക്കേണ്ട കാലം കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയല്ല കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തില് വളരെ പ്രായമുള്ള 55-56 വയസ്സായവർ, 60 വയസ്സായ ആളുകൾ വരെ കൂട്ടത്തിലുണ്ട്. 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള മനുഷ്യരെ കൂട്ടുന്ന ഒരു കൂട്ടമാണ് ഞങ്ങൾ. ആർട്ട് ഹിസ്റ്ററി ഇവിടെ നിലനിന്ന് വന്നത് ഒരു തിയറി വിഷയമായിട്ട് ആണ്. തിയറി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫിലോസഫിക്കൽ ആയിട്ടുള്ള തിങ്കിങ് പ്രാക്ടീസസ് ഒന്നുമല്ല, വേർഡഡ് ആയിട്ടുള്ള വാക്കാൽ നമ്മൾ എഴുതുന്നതാണ് ഈ പേപ്പർ എന്നുള്ളൊരു അനുഭവം. പക്ഷെ ആർട്ട് ഹിസ്റ്ററിയുടെ പൊട്ടൻഷ്യൽ അതല്ല. കൺസെപ്ച്വൽ ആൻഡ് നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈൻ ആർട്സ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ ഫൈൻ ആർട്സ് കോളേജുകളിൽ തൃശ്ശൂർ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ മാത്രമാണ് BFA ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് ഉള്ളത്. ഇവിടെ 7 സ്റ്റുഡൻസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഫൈൻ ആർട്സ് എൻട്രൻസ് ടെസ്റ്റ് കോമൺ ആണ്. ഈ ഫൈൻ ആർട്സ് എഡ്യൂക്കേഷൻ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് 3 ഡൊമെയിൻസിനെ കണക്ട് ചെയ്യുന്നതാണ്. 1 സ്കിൽ ഡൊമെയിൻ, 2 കൺസെപ്ച്വൽ ഡൊമെയിൻ, 3 നോളജ് ഡൊമെയിൻ. അപ്പൊ ഇത്രയും കാലം പെയിന്റിങ്, സ്കൾപ്ചർ, അപ്ലൈഡ് ആർട്ട് എന്നീ 3 വിഷയങ്ങളാണ് ഡിഗ്രി കോഴ്സുകൾ കൊടുത്തിരുന്നത്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യേണ്ട. അതിന്റെ കൂടെ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടാവാനുള്ള ഒരു കാരണം സ്കിൽ ഡൊമെയിനിന് കൊടുത്തിരുന്ന ഒരു എംഫസിസ്, അതിന് കൊടുത്തിരുന്ന എംഫസിസിന്റെ കൂടെ കൺസെപ്ച്വൽ ആൻഡ് നോളജ് ഡൊമെയിൻസിന്റെ എംഫസിസ് വേണ്ടത്ര ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് വളരെ പ്രൊഫഷണലൈസ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ഉന്നമാണ് നമുക്ക്. ഈ കോഴ്സ് പഠിച്ചിട്ട് നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഒന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉണ്ട്. മാസ്റ്റേഴ്സ് ഇതിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ NID പോലെയുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ പോലുള്ള സ്ഥലങ്ങളിലേക്ക് നല്ലൊരു ലോഞ്ചിങ് പാഡായിട്ട് ഈ കോഴ്സിനെ കാണാം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയവർ ചെയ്യുന്നത് ചിലർ മീഡിയ ഹെഡ് ആയിട്ട് പ്രവർത്തിക്കുന്നു, കണ്ടന്റ് ഡെവലപ്പേഴ്സ് ആയിട്ട്, മീൻസ് കലയുമായി ബന്ധപ്പെട്ട അങ്ങനെ പ്രവർത്തിക്കുന്നു, ആർട്ട് ക്യൂറേറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നു, പലതരത്തിലുള്ള റിസർച്ച് സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യുന്നു. അങ്ങനെ യഥാർത്ഥം പറഞ്ഞാൽ ഒരു ഗാലറി മാനേജ്മെന്റ് അതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ അവർ പരിശ്രമിക്കുന്നു. അങ്ങനെ ഇത് തുടങ്ങിയിട്ട് കോഴ്സിൽ 3 ബാച്ചേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്.